നമസ്കാരം. വാർത്താ നേരത്തിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയിൽ പ്രതിഷേധിച്ചുകൊണ്ട് കോൺഗ്രസ് നാട്ടിക മണ്ഡലം കമ്മിറ്റി പന്തംകൊളുത്തി പ്രകടനവും പൊതുയോഗവും നടത്തി. തളിക്കുളം പഞ്ചായത്ത് 2025-26 ജനകീയ ആസൂത്രണ പദ്ധതി പ്രകാരം അംഗനവാടികളിലേക്ക് AC വിതരണം ചെയ്തു. ലോക തപാൽ ദിനത്തിൽ പൂച്ചട്ടി സ്കൂളിൽ അപ്രതീക്ഷിത അതിഥിയായി ജില്ലാ കളക്ടർ. അന്തിക്കാട് പഞ്ചായത്ത് പരിധിയിലെ വിവിധ കേന്ദ്രങ്ങളിൽ വിജിലൻസ് പരിശോധന നടത്തി. വാർത്തകൾ വിശദമായി. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയിൽ പ്രതിഷേധിച്ചുകൊണ്ട് കോൺഗ്രസ് നാട്ടിക മണ്ഡലം കമ്മിറ്റി പന്തംകൊളുത്തി പ്രകടനവും പൊതുയോഗവും നടത്തി. തൃപ്പയാർ പോളി ജംഗ്ഷനിൽ നിന്നും തുടങ്ങിയ പ്രതിഷേധ പന്തംകൊളുത്തി പ്രകടനം ബസ് സ്റ്റാൻഡ് പരിസരത്ത് അവസാനിച്ചു. തുടർന്ന് നടന്ന പൊതുയോഗം DCC സെക്രട്ടറി VR വിജയൻ ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് നാട്ടിക മണ്ഡലം പ്രസിഡന്റ് PM സിദ്ദിഖ് അധ്യക്ഷത വഹിച്ചു. DCC സെക്രട്ടറി അഡ്വക്കേറ്റ് നൌഷാദ് ആറ്റുപറമ്പത്ത് മുഖ്യപ്രഭാഷണം നടത്തി. മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് P വിനു, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹികളായ AN സിദ്ധപ്രസാദ്, VD സന്ദീപ്, TV ഷൈൻ, PC മണികണ്ഠൻ, CS മണികണ്ഠൻ, KV സുകുമാരൻ, PC ജയപാലൻ, ബിന്ദു പ്രദീപ്, KR ദാസൻ, മധു അന്തിക്കാട്ട്, ജയ സത്യൻ, രഹന ബിനീഷ് എന്നിവർ സംസാരിച്ചു. AK വാസൻ, മുഹമ്മദ് അലി തൃപ്പയാർ, മോഹൻദാസ് പുലാക്കപ്പറമ്പിൽ, ശശി, സ്കന്ദരാജ് നാട്ടിക, രവി എരച്ചൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. തളിക്കുളം പഞ്ചായത്ത് 2025-26 ജനകീയ ആസൂത്രണ പദ്ധതി പ്രകാരം അംഗനവാടികളിലേക്ക് AC വിതരണം ചെയ്തു. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KC പ്രസാദ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. തളിക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PI സജിത ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. അംഗനവാടികളിലെ ഭൗതിക സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് പഞ്ചായത്തിലെ എല്ലാ അംഗനവാടികളിലും AC സംവിധാനം ഏർപ്പെടുത്തിയത്. നാളെയുടെ തലമുറയായ കുരുന്നുകൾക്ക് ആനന്ദകരമായ രീതിയിൽ കളിച്ചു പഠിക്കുന്നതിന് സൗകര്യമൊരുക്കി കൊടുക്കുകയും വിശ്രമവേളകൾ ആനന്ദകരമാക്കുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം. നിലവിൽ 9 അംഗനവാടികളിൽ AC സ്ഥാപിച്ചിട്ടുണ്ട്. തളിക്കുളം പഞ്ചായത്തിന്റെ 4,40,000 രൂപ, തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്തിന്റെ 1 ലക്ഷം രൂപയും ചിലവഴിച്ചാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. തളിക്കുളം പഞ്ചായത്ത് ICDS സൂപ്പർവൈസർ പദ്ധതി വിശദീകരണം നടത്തി. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഉഷറ അബ്ദുൽ നാസർ സ്വാഗതം പറഞ്ഞു. ആരോഗ്യവിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സദ്യ മനോഹരൻ, തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം V കല ടീച്ചർ, വാർഡ് മെമ്പർമാരായ ഷിജി CK, സുമന ജോഷി എന്നിവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു. ചടങ്ങിൽ അംഗനവാടി അധ്യാപകർ, രക്ഷിതാക്കൾ എന്നിവർ പങ്കെടുത്തു. ജാഗ്രതാ സമിതി ഫെസിലിറ്റേറ്റർ അനീഷ് KS ചടങ്ങിൽ നന്ദി പറഞ്ഞു. ലോക തപാൽ ദിനത്തിൽ പൂച്ചട്ടി സ്കൂളിൽ അപ്രതീക്ഷിത അതിഥിയായി ജില്ലാ കളക്ടർ. ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യനാണ് തപാൽ ദിനത്തിൽ അപ്രതീക്ഷിതമായി പൂച്ചട്ടി സ്കൂളിലെ വിദ്യാർത്ഥികളെ കാണാനെത്തിയത്. കഴിഞ്ഞ വർഷം തപാൽ ദിനത്തിൽ ജില്ലാ കളക്ടർക്ക് ആശംസകൾ അറിയിച്ചുകൊണ്ട് പൂച്ചട്ടി സ്കൂളിലെ വിദ്യാർത്ഥികൾ ഒരു കത്തെഴുതിയിരുന്നു. കളക്ടറെ കാണാനുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചാണ് വിദ്യാർത്ഥികൾ കത്തെഴുതിയത്. കത്തിന് മറുപടി എഴുതിയ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ തപാൽ ദിനത്തിൽ ആശംസകൾ എഴുതിയ കുട്ടികളെ അഭിനന്ദിക്കുകയും കളക്ടറേറ്റിലേക്ക് വിദ്യാർത്ഥികളെ ക്ഷണിക്കുകയും ചെയ്തിരുന്നെങ്കിലും ആ കൂടിക്കാഴ്ച നടന്നില്ല. മറ്റൊരു തപാൽ ദിനത്തിൽ നടത്തറ ഗ്രാമപഞ്ചായത്തിലെ AKM-HSS പൂച്ചട്ടി സ്കൂളിലെ വിദ്യാർത്ഥികളെ കാണാനായി ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ അതിഥിയായി എത്തി. അപ്രതീക്ഷിതമായി എത്തിയ അതിഥി വിദ്യാർത്ഥികളോട് സംവദിക്കാനും കൂട്ടുകൂടാനും തുടങ്ങിയതോടെ പൂച്ചട്ടി സ്കൂളിലെ കുട്ടിക്കൂട്ടങ്ങൾക്ക് ഇരട്ടി സന്തോഷമായി. വിദ്യാർത്ഥികളുമൊത്ത് ഫോട്ടോ എടുത്തും വിദ്യാർത്ഥികൾക്ക് ഫുട്ബോൾ സമ്മാനമായി നൽകിയാണ് ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ മടങ്ങിയത്. പ്രധാനാധ്യാപിക PD ബബിത, നടത്തറ ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അഭിലാഷ് PK, PTA വൈസ് പ്രസിഡന്റ് സുപിൻ VS, സ്കൂൾ അധ്യാപികമാരായ TK ലത, ജിൻസി ജോർജ്, ബിന്ദു, PTA എക്സിക്യൂട്ടീവ് മെമ്പർ സെബി ഫ്രാൻസിസ് എന്നിവർ പങ്കെടുത്തു. അന്തിക്കാട് പഞ്ചായത്ത് പരിധിയിലെ വിവിധ കേന്ദ്രങ്ങളിൽ വിജിലൻസ് പരിശോധന നടത്തി. സംസ്ഥാന തദ്ദേശ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ നിർദ്ദേശപ്രകാരം സംസ്ഥാനത്ത് മുഴുവൻ പഞ്ചായത്തുകളിലും നടത്തുന്ന വിജിലൻസ് പരിശോധനയുടെ ഭാഗമായി അന്തിക്കാട് പഞ്ചായത്ത് പരിധിയിൽ ഭക്ഷ്യവിതരണ കേന്ദ്രങ്ങളുടെ ശുചിത്വ പരിശോധന, നിരോധിച്ച പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ, മാലിന്യ സംസ്കരണം, ഹരിതകർമ്മ സേനാ പ്രവർത്തനം സ്ഥാപനങ്ങൾ മുതലായവ പരിശോധന നടത്തി. 19 കിലോ നിരോധിച്ച പ്ലാസ്റ്റിക് ഉൽപ്പന്നം പിടിച്ചെടുക്കുകയും
കൊതുകുജന്യ രോഗങ്ങൾക്ക് കാരണമാകുന്ന തരത്തിൽ സോക്കേജ് കിറ്റുകൾ കണ്ടെത്തുകയും നോട്ടീസ് നൽകുകയും ചെയ്തു. കുടിവെള്ളം പരിശോധന, സർട്ടിഫിക്കറ്റ്, ഹെൽത്ത് കാർഡ് തുടങ്ങിയവയും പരിശോധനയ്ക്ക് വിധേയമാക്കി. സംയുക്ത പരിശോധനയ്ക്ക് ജോയിന്റ് BDO AV സന്ദീപ്, എക്സ്റ്റൻഷൻ ഓഫീസർ അജിത് രാജ്കുമാർ, ആരോഗ്യ വിഭാഗം ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ MB ബിനോയ്, പഞ്ചായത്ത് ഹെൽത്ത് ഇൻസ്പെക്ടർ അശ്വതി സിദ്ധാർത്ഥൻ, VO വോൾഗ ജി നായർ, VEO UB സിമി തുടങ്ങിയവർ നേതൃത്വം നൽകി. ശബരിമല ക്ഷേത്രത്തിലെ സ്വർണം മോഷ്ടിച്ച സർക്കാരിനും ദേവസ്വം ബോർഡിനുമെതിരെ പ്രതിഷേധിച്ചുകൊണ്ട് അന്തിക്കാട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ജ്വാല സംഘടിപ്പിച്ചു. അഡ്വക്കേറ്റ് സുനിൽ ലാലു ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് KB രാജീവ് അധ്യക്ഷത വഹിച്ചു. VK മോഹനൻ, E രമേശൻ, ബിജേഷ് പന്നിപ്പുലത്ത്, N ബാലഗോപാൽ, VB ലിബിഷ്, റസിയ ഹബീബ്, ഗൗരി ബാബു മോഹൻദാസ് എന്നിവർ പ്രസംഗിച്ചു. KK യോഗനാഥൻ, സുധീർ പാടു, ശ്രീജിത്ത് പുന്നപ്പുള്ളി, ബാലകൃഷ്ണൻ പുറക്കോട്ട്, U നാരായണൻകുട്ടി, സിദ്ധാർത്ഥൻ കളത്തിൽ, സാജൻ ഇയാനി, PB രഘുനാഥ്, R സുധാകരൻ, മീക്കോൾ V, കനകാംബരൻ KK എന്നിവർ നേതൃത്വം നൽകി. ചെറുമത്സ്യങ്ങളെ പിടിച്ച ബോട്ട് ഫിഷറീസ് മറൈൻ എൻഫോഴ്സ്മെന്റ് അധികൃതർ പിടികൂടി. സമുദ്ര മത്സ്യബന്ധന നിയന്ത്രണ നിയമങ്ങൾ ലംഘിച്ച് ചെറുമത്സ്യങ്ങൾ പിടിച്ച മത്സ്യബന്ധന ബോട്ട് ഫിഷറീസ് മറൈൻ എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥർ പിടികൂടി. അധികൃതരുടെ മുന്നറിയിപ്പ് വകവയ്ക്കാതെ അനധികൃത മത്സ്യബന്ധനം നടത്തിയ തൃശൂർ ജില്ലയിൽ മുനക്കക്കടവ് ദേശത്ത് ചെറുവത്തൂർ വീട്ടിൽ ബാബു എന്നയാളുടെ സീറ്റർ ബോട്ടാണ് പിടിച്ചെടുത്തത്. 16 സെന്റിമീറ്ററിൽ താഴെയുള്ള 5000 കിലോ കോര മത്സ്യമാണ് ബോട്ടിലുണ്ടായിരുന്നത്. ജില്ലയിലെ തീരക്കടലിലും അഴിമുഖങ്ങളിലും വിവിധ ഹാർബറുകളിലും ഫിഷ് ലാൻഡിംഗ് സെന്ററുകളിലും അഴീക്കോട് ഫിഷറീസ് സ്റ്റേഷൻ അസിസ്റ്റന്റ് ഡയറക്ടർ ഗ്രേസി KPയുടെ നിർദ്ദേശാനുസരണം നടത്തിയ പ്രത്യേക കോമ്പിംഗ് ഓപ്പറേഷന്റെ ഭാഗമായാണ് ബോട്ട് പിടിച്ചെടുത്തത്. ജില്ലാ ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ തുടർ നടപടികൾ പൂർത്തീകരിച്ച് 98,000 രൂപ പിഴ ഈടാക്കി. പിടിച്ചെടുത്ത ചെറുമത്സ്യങ്ങളെ പുറംകടലിൽ ഒഴുക്കിക്കളഞ്ഞു. ഫിഷറീസ് എക്സ്റ്റൻഷൻ ഓഫീസർ രേഷ്മ നായർ, മെക്കാനിക് കൃഷ്ണകുമാർ, മറൈൻ എൻഫോഴ്സ്മെന്റ് ആൻഡ് വിജിലൻസ് വിംഗ് ഓഫീസർമാരായ VN പ്രശാന്ത് കുമാർ, ER ഷിനിൽ കുമാർ, VM ഷൈബു, സീ റെസ്ക്യൂ ഗാർഡ്മാരായ ശ്രേയസ്, വിപിൻ, സലീം, ഡ്രൈവർ അഷ്റഫ് എന്നിവരാണ് പ്രത്യേക പെട്രോൾ സംഘത്തിൽ ഉണ്ടായിരുന്നത്. ഇത്തരം അശാസ്ത്രീയ മത്സ്യബന്ധന രീതി അവലംബിക്കുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും വരും ദിവസങ്ങളിൽ എല്ലാ ഹാർബറുകളിലും ഫിഷ് ലാൻഡിംഗ് സെന്ററുകളിലും സ്പെഷ്യൽ ടാസ്ക് സ്ക്വാഡുകളുടെ പരിശോധന ഉണ്ടായിരിക്കുമെന്നും ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ സീമ അറിയിച്ചു. കടലിൽ മത്സ്യബന്ധന വള്ളങ്ങളുടെ വല നശിക്കുന്നത് പതിവാകുന്നു. രണ്ടാഴ്ചയ്ക്കുള്ളിൽ വല നഷ്ടമായത് 5 വള്ളങ്ങൾക്ക്. അഴീക്കോട് നിന്നും മത്സ്യബന്ധനത്തിന് പോയ തത്വമസി വള്ളത്തിലെ വലയാണ് ഏറ്റവും കൂടുതൽ നശിച്ചത്. ഏകദേശം 10 ലക്ഷം രൂപയുടെ നഷ്ടമുണ്ടായതായി തൊഴിലാളികൾ പറഞ്ഞു. കടലിൽ മുങ്ങിക്കിടക്കുന്ന കണ്ടെയ്നറുകൾ കുടുങ്ങിയാണ് വല നശിച്ചതെന്ന് തൊഴിലാളികൾ പറഞ്ഞു. വലയോടൊപ്പം മീനും തൊഴിൽ ദിനങ്ങളും ഇല്ലാതാകുന്നതോടെ ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് സംഭവിക്കുന്നത്. കടലിൽ അപകടത്തിൽപ്പെട്ട കപ്പലിൽ നിന്നും മുങ്ങിത്താണ കണ്ടെയ്നറുകളാണ് വല നശിപ്പിക്കുന്നതെന്ന് തൊഴിലാളികൾ പറഞ്ഞു. ഇത്തരം സംഭവങ്ങൾ തുടർച്ചയാകുമ്പോൾ കൊച്ചി തീരത്തെ മത്സ്യബന്ധനം തൊഴിലാളികൾക്ക് പേടി സ്വപ്നമാവുകയാണ്. ഇരിങ്ങാലക്കുട കാട്ടൂർ ലക്ഷ്മി വധക്കേസിൽ പ്രതികൾക്ക് ജീവപര്യന്തം കഠിന തടവിനും 3 ലക്ഷം രൂപ വീതം പിഴയും ശിക്ഷ വിധിച്ചു. കാട്ടൂർക്കടവ് സ്വദേശി നന്ദിലത്തുപറമ്പിൽ വീട്ടിൽ ദർശൻ കുമാർ, കരാഞ്ചിറ സ്വദേശി ചെമ്പാപ്പുള്ളി വീട്ടിൽ നിഖിൽ ദാസ്, ഒളരി സ്വദേശി നങ്ങേരി വീട്ടിൽ ശരത്ത്, ചൊവ്വൂർ സ്വദേശി കള്ളിയത്ത് വീട്ടിൽ രാകേഷ് എന്നിവരെയാണ് ഇരിങ്ങാലക്കുട അഡീഷണൽ ജില്ലാ സെഷൻസ് ജഡ്ജി N വിനോദ് കുമാർ ശിക്ഷിച്ചത്. പിഴത്തുകയിൽ നിന്നും 2 ലക്ഷം രൂപ കൊല്ലപ്പെട്ട ലക്ഷ്മിയുടെ ഭർത്താവിനും മക്കൾക്കും നഷ്ടപരിഹാരമായി നൽകാനും കോടതി ഉത്തരവായി. കാട്ടൂർ പോലീസ് സ്റ്റേഷനിൽ ഗുണ്ടാ ലിസ്റ്റിൽ ഉൾപ്പെട്ട കാട്ടൂർക്കടവ് നന്ദാനത്തുപറമ്പിൽ ഹരീഷിന്റെ ഭാര്യ ലക്ഷ്മിയെയാണ് 2021 ഫെബ്രുവരി 14 രാത്രി വീടിനു മുന്നിൽ വെച്ച് തോട്ടയെറിഞ്ഞു വീഴ്ത്തി വാളുകൊണ്ട് വെട്ടി കൊലപ്പെടുത്തിയത്. എരുമപ്പെട്ടി പതിയാരത്ത് പശു പേയിളകി ചത്തു. പാൽ കുടിച്ചവർ വാക്സിൻ എടുക്കണമെന്ന് ആരോഗ്യ വകുപ്പ്. പതിയാരം നേർക്കാട്ടിൽ ചന്ദ്രന്റെ വീട്ടിൽ വളർത്തുന്ന കറവയുള്ള പശുവാണ് പേയിളകി ചത്തത്. ദിവസങ്ങൾക്ക് മുമ്പ് പേയിളകിയ തിരുനായ നാട്ടുകാരെയും വളർത്തുമൃഗങ്ങളെയും കടിച്ച് പരിക്കേൽപ്പിച്ചിരുന്നു. ഈ പശുവിനും അന്ന് കടിയേറ്റിട്ടുണ്ടെന്നാണ് പ്രാഥമിക നിഗമനം. പേപിടിച്ച പശു ആളുകളെ ആക്രമിക്കാൻ ശ്രമിക്കുകയും തലയിടിച്ച് ചോര വാർന്ന് ചാവുകയുമായിരുന്നു. മൃഗസംരക്ഷണ വകുപ്പും ആരോഗ്യ വകുപ്പും നടത്തിയ പരിശോധനയിലാണ് പശുവിന് പേവിഷബാധയേറ്റതെന്ന് കണ്ടെത്തിയത്. പശുവുമായി ഇടപഴകിയവരെയും ചികിത്സ നടത്തിയ ഡോക്ടറെയും വാക്സിൻ കുത്തിവയ്പ് നടത്തിയിട്ടുണ്ട്. പശുവിന്റെ പാൽ വാങ്ങുന്ന കുടുംബങ്ങളുടെ പട്ടിക ആരോഗ്യവകുപ്പ് തയ്യാറാക്കി വാക്സിൻ നൽകുന്നു. തിളപ്പിക്കാതെ പാൽ കുടിച്ചിട്ടുണ്ടെങ്കിൽ അവർ നിർബന്ധമായും വാക്സിനേഷൻ എടുക്കണമെന്ന് ആരോഗ്യവകുപ്പ് അറിയിച്ചു. വാൽപ്പാറയിൽ കരടിയുടെ ആക്രമണം. ഇഞ്ചിപ്പാറ എസ്റ്റേറ്റിലെ ജീവനക്കാരൻ കാളീശ്വരനാണ് ആക്രമണത്തിനിരയായത്. ഇഞ്ചിപ്പാറ എസ്റ്റേറ്റിലെ ജീവനക്കാരൻ കാളീശ്വരനാണ് ആക്രമണത്തിനിരയായത്. ബുധനാഴ്ച രാത്രി ബസ്സിറങ്ങി വീട്ടിലേക്ക് പോകുന്നതിനിടയിലാണ് കാളീശ്വരന് നേരെ കരടിയുടെ ആക്രമണമുണ്ടായത്.
തേയിലത്തോട്ടത്തിൽ നിന്ന് പാഞ്ഞെത്തിയ കരടി കാളീശ്വരനെ ആക്രമിക്കുകയായിരുന്നു. കരടിയുടെ നഖം കൊണ്ട് കാളീശ്വരന്റെ മുഖത്ത് പരിക്കേറ്റു. കാളീശ്വരൻ വാൽപ്പാറയിലെ സർക്കാർ ആശുപത്രിയിൽ ചികിത്സയിലാണ്. കൊടുങ്ങല്ലൂരിലെ അഴീക്കോട് മുനക്കൽ ബീച്ചിൽ തീപിടുത്തം. ഇന്ന് പുലർച്ചെ 2 മണിക്കായിരുന്നു സംഭവം. ഇന്ന് പുലർച്ചെ 2 മണിയോടെയായിരുന്നു സംഭവം. മുനക്കൽ ബീച്ചിൽ പോർട്ട് ഓഫീസിനു സമീപം സൂക്ഷിച്ചിരുന്ന പ്ലാസ്റ്റിക് പൈപ്പുകളാണ് കത്തിനശിച്ചത്. ആദ്യം ഉണങ്ങിയ പുല്ലിന് തീപിടിക്കുകയും തുടർന്ന് പ്ലാസ്റ്റിക് പൈപ്പുകളിലേക്ക് തീ പടരുകയുമായിരുന്നു. ഏറെ നേരത്തെ ശ്രമത്തിനൊടുവിൽ കൊടുങ്ങല്ലൂർ ഫയർഫോഴ്സ് തീയണച്ചു. 50ഓളം കേസിലെ പ്രതി ചെറുതുരുത്തി പോലീസിന്റെ പിടിയിൽ. കൊല്ലം കടക്കൽ സ്വദേശി പ്രവീണിനെയാണ് അറസ്റ്റ് ചെയ്തത്. വരവൂർ സ്വദേശിയെ ആക്രമിച്ച കേസിൽ തമിഴ്നാട്ടിൽ തിരുപ്പൂരിൽ നിന്നാണ് അറസ്റ്റ്. ഇയാൾക്കെതിരെ 50ഓളം കേസുകൾ നിലവിലുണ്ടെന്ന് പോലീസ് പറഞ്ഞു. കിള്ളിമംഗലം ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ തെരഞ്ഞെടുപ്പിൽ KSU SFI സംഘർഷം. സംഘർഷത്തിൽ KSU നേതാവ് മുഹമ്മദ് അനസിന് ഗുരുതരമായി പരിക്കേറ്റു. ഗുരുതരമായി പരിക്കേറ്റ ഇദ്ദേഹത്തെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വധശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചേർത്ത് ചേലക്കര പോലീസ് പ്രതികളായ അഭിജിത്ത്, കണ്ണൻ എന്നിവരെ അറസ്റ്റ് ചെയ്തു. കയ്പമംഗലം ബസ് സ്റ്റാൻഡിന് ഉമ്മൻചാണ്ടിയുടെ പേര് നൽകാനുള്ള പഞ്ചായത്തിന്റെ നീക്കത്തിനെതിരെ LDF പ്രതിഷേധം. LDF ഭരണസമിതിയുടെ കാലത്ത് പണി പൂർത്തിയാക്കുകയും കയ്പമംഗലം ബസ് സ്റ്റാൻഡ് എന്ന് നാമകരണം ചെയ്യപ്പെട്ട ബസ് സ്റ്റാൻഡിന് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ പേര് നൽകാനുള്ള UDF ഭരണസമിതിയുടെ നീക്കം പരിഹാസ്യവും ലജ്ജാകരവുമാണെന്ന് LDF ആരോപിച്ചു. പഞ്ചായത്ത് ഓഫീസിന് മുമ്പിൽ സംഘടിപ്പിച്ച പ്രതിഷേധ സംഗമം CPM നാട്ടിക ഏരിയ സെക്രട്ടറി MA ഹാരിസ് ബാബു ഉദ്ഘാടനം ചെയ്തു. CPI ലോക്കൽ സെക്രട്ടറി ER ജോഷി അധ്യക്ഷത വഹിച്ചു. CPM ലോക്കൽ സെക്രട്ടറി അഡ്വക്കേറ്റ് VK ജ്യോതി പ്രകാശ്, നേതാക്കളായ PA അഹമ്മദ്, MD സുരേഷ്, TV സുരേഷ് ബാബു, നൂറുൽ ഹുദ എന്നിവർ സംസാരിച്ചു. നമ്മുടെ കേരളത്തിലെ പല സ്ത്രീകളെയും വഞ്ചിച്ച യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കളും കോൺഗ്രസിന്റെ നേതാക്കളെല്ലാം പേരിടുന്നതിന് വേണ്ടി പലതും കേരളത്തിലൊക്കെ സൃഷ്ടിച്ചിട്ടുണ്ട്. രാഹുൽ മഹാകൂട്ടം പോലും പാവപ്പെട്ട സ്ത്രീകളെ ചൂഷണം ചെയ്തതും ഗർഭിണിയാക്കിയതെല്ലാം കേരളക്കരയിൽ അറിയുന്നു. അത്ര ആഗ്രഹമുണ്ടെങ്കിൽ തൊട്ടടുത്ത ദിവസം ജനിക്കുന്ന കുട്ടിക്ക് ബഹുമാന്യനായ ഉമ്മൻചാണ്ടിയുടെ പേര് നൽകുന്നതടക്കം തെറ്റാണ്. പക്ഷെ കോൺഗ്രസിന് അത്തരത്തിലൊരു ആഗ്രഹമുണ്ടെങ്കിൽ ആ ആഗ്രഹം അവിടെ നിർവഹിച്ചു. പക്ഷേ കയ്പമംഗലത്തെ ബസ് സ്റ്റാൻഡിന് ബഹുമാനായ മുൻ മുഖ്യമന്ത്രിയുടെ പേര് ഇടുന്നത് ഉചിതമായ പ്രവർത്തനമല്ല. കയ്പമംഗലം ഗ്രാമപഞ്ചായത്ത് തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾ പകുതി കൂടുതൽ ഇത്തരത്തിലുള്ള തെറ്റായ നടപടിക്ക് എതിരാണ്. ഞാൻ പുറത്തു പറയുന്നത് കേട്ടു, മുസ്ലിം ലീഗിന്റെ 2 പ്രവർത്തകർക്ക് ബഹുമാന്യായ ശിഹാബ് തങ്ങളുടെ പേരിടണം എന്നുള്ളത് പറയാൻ ധൈര്യമില്ലാത്തതിന്റെ അടിസ്ഥാനത്തിൽ അവരും ചില കുഴപ്പങ്ങളിൽ ചെന്ന് ഇവിടെ ചാടിയിട്ടുണ്ട്. ആ പേരിനോട് ഞങ്ങൾക്ക് വിയോജിപ്പുണ്ട്. പക്ഷെ ബസ് സ്റ്റാൻഡിനകത്ത് ആരുടെ പേരും ഇടാനായിട്ട് കയ്പമംഗലത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സമ്മതിച്ചു. വലപ്പാട് ഗ്രാമപഞ്ചായത്തിൽ വനിതകളുടെ നീന്തൽ പരിശീലനം ആരംഭിച്ചു. 18 വയസ്സ് മുതൽ 50 വയസ്സിനിടയിലുള്ള 150 വനിതകൾക്കാണ് സൗജന്യമായി പരിശീലനം നൽകുന്നത്. മണപ്പുറം അക്വാട്ടിക് കോംപ്ലക്സിലാണ് പരിശീലനം നൽകുന്നത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷിനിത ആഷിഖ് ഉദ്ഘാടനം നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് ജിത്ത് VR അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജനപ്രതിനിധികളായ EP അജയ്ഘോഷ്, BK മണിലാൽ, ICDS സൂപ്പർവൈസർ ജസീറ, മണപ്പുറം CEO ജോർജ് ദാസ്, പരിശീലകരും വനിതകളും പങ്കെടുത്തു. നമ്മളുടെ വനിതകളുടെ നീന്തൽ പരിശീലനം എനിക്ക് അറിയില്ല. നമ്മളുടെ ജില്ലയിൽ 87 പഞ്ചായത്തുകളുണ്ട്. അതിൽ ഏതെങ്കിലും പഞ്ചായത്ത് മുൻപ് ചെയ്തതായിട്ട് ഞങ്ങൾക്കറിയില്ല. ഞങ്ങളായിരിക്കാം ചിലപ്പോൾ ആദ്യമായിട്ടുള്ളത്. പരിപൂർണമായിട്ട് ഞങ്ങൾക്കറിയില്ല അത്. പക്ഷേ നമ്മളുടെ വനിതകൾക്ക് വേണ്ടിയിട്ട് നമ്മൾ മറ്റ് പരിപാടികളെല്ലാം ചെയ്യുന്നുണ്ടെങ്കിലും താല്പര്യമുള്ള പല കാര്യങ്ങളും നമ്മുടെ മാർഗരേഖയിൽ ഉൾക്കൊള്ളിക്കാനായിട്ട് ശരിയായിട്ടുള്ള രീതികൾ വരാറില്ല. അപ്പോൾ കഴിഞ്ഞ വേനലവധി കാലത്ത് നമ്മുടെ കുട്ടികളുടെ നീന്തൽ പരിശീലനം നടത്തുമ്പോൾ കൂടെ വന്ന അമ്മമാരാണ് നമ്മളോട് ഇത്തരത്തിലുള്ളൊരു സജഷൻ പറഞ്ഞത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയിൽ പ്രതിഷേധിച്ചുകൊണ്ട് കോൺഗ്രസ് നാട്ടിക മണ്ഡലം കമ്മിറ്റി പന്തംകൊളുത്തി പ്രകടനവും പൊതുയോഗവും നടത്തി.
തളിക്കുളം പഞ്ചായത്ത് 2025-26 ജനകീയ ആസൂത്രണ പദ്ധതി പ്രകാരം അംഗനവാടികളിലേക്ക് AC വിതരണം ചെയ്തു. ലോക തപാൽ ദിനത്തിൽ പൂച്ചട്ടി സ്കൂളിൽ അപ്രതീക്ഷിത അതിഥിയായി ജില്ലാ കളക്ടർ. അന്തിക്കാട് പഞ്ചായത്ത് പരിധിയിലെ വിവിധ കേന്ദ്രങ്ങളിൽ വിജിലൻസ് പരിശോധന നടത്തി. ഇതോടെ വാർത്താ നേരം പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.